നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരു തരത്തിലും കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരരുത്. അയാളുടെ കോൺട്രാക്റ്റ് കീറിയെറിയണം. എന്നിട്ട് അയാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോയി കോടതി പറയട്ടെ. ബ്രസീലിൽ ഇതിഹാസം റൊബാരിയോ ആഞ്ചലോട്ടിക്കെതിരെ തുറന്നടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റൊബാരിയോ ടി വിയിലാണ് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നത്. ബ്രസീൽ വളരെ മോശമായിട്ടാണ് വേൾഡ് കപ്പിൽ കളിച്ചത്, ഇതിനി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല, ആഞ്ചലോട്ടിയെ പറഞ്ഞു വിടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. നമുക്കറിയാമല്ലോ, ബ്രസീൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലേസുകളിൽ സ്റ്റാൻഡിങ്ങുകളിൽ ഒന്നിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 11ാം സ്ഥാനത്താണ് ഈ വേൾഡ് കപ്പിൽ. 1934 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ റൊമാരിയോ പറയുന്നത് ഇങ്ങനെയാണ്: ദർ ഇസ് നോ വേ ആഞ്ചലോട്ടി ക്യാൻ കണ്ടിന്യൂ ആസ് കോച്ച് ഓഫ് ബ്രസീലിയൻ നാഷണൽ ടീം. ഒരു തരത്തിലും അതിന് വഴിയില്ല, അദ്ദേഹത്തെ പറഞ്ഞു വിടണം. കാരണം അത്രയും വലിയ മോശം പ്രകടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് നാണക്കേടാണ്. ഈവൻ നോർവേ പോലൊരു ടീമിനോടാണ് നമ്മൾ നാണം കെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ആഞ്ചലോട്ടിയുടെ പൂവർ ടാക്ടിക്സ് ആണ്. സോ ഞാനാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വലിച്ചു കീറും. 2030 വരെയുള്ള ആഞ്ചലോട്ടിയുടെ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അത് വലിച്ചു കീറും. എന്നിട്ട് വേണമെങ്കിൽ കോടതി പോയിക്കോ എന്ന് പറയും എന്നാണിപ്പോൾ റൊബാരിയോ പറയുന്നത്. അതായത് CBFൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് റൊബാരിയോ ആണെങ്കിൽ ഈ കോൺട്രാക്റ്റ് വലിച്ചു കീറിയിട്ട് മതി, പുറത്തു പോയിക്കോ എന്ന് പറയും. ഇപ്പോൾ 2030 വരെ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ട് ആഞ്ചലോട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ കോടതി പോകാൻ പറയും എന്നാണ് ഇപ്പോൾ റൊമാരിയോ പറയുന്നത്. ഇതിപ്പോൾ ബ്രസീലിലെ പല ഫുട്ബോൾ എക്സ്പേർട്ടുകളും ഈ രൂപത്തിലാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യം വളരെ വ്യക്തമാണ്. CBF ആഞ്ചലോട്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. 2030 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അടുത്ത വേൾഡ് കപ്പിന് ടീമിനെ ഇറക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലും വമ്പൻ ടെസ്റ്റ് സംഭവിക്കണം. ഇടയ്ക്ക് കോപ്പ അമേരിക്ക ഒക്കെ വരാനുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.